ഇന്ന് കത്ത് വന്നിരിക്കുന്നത് മാവേലിക്കരയിൽ നിന്നാണ്. ശ്രീകുമാരി എഴുതുന്നു. ശ്രീകുമാരി അമ്മ മകൾക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് 6 മാസമായി. രണ്ടുപേരും തമ്മിൽ എന്നും പ്രശ്നങ്ങളാണ്. എന്താണ് കാരണം? ഈ ബന്ധം മുന്നോട്ട് നന്നായി പോകുമോ എന്നാണ് അറിയേണ്ടത്. ഗ്രഹനിലയും ഡീറ്റെയിൽസും കൂടെ വെച്ചിട്ടുണ്ട്. കല്യാണം കഴിച്ചു വിട്ടാലും സ്വൈരമില്ല അല്ലേ? അതെ, 6 മാസം. മോളുടെ രേവതി നക്ഷത്രമാണ്. രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർതം, പൂയം, ആയില്യം, മകം. മീനൻ രാശിയാണ് രേവതി നക്ഷത്രം. മകം ചിങ്ങൻ രാശിയാണ്. 2 തരത്തിലുള്ള ദോഷകാഠിന്യങ്ങൾ ജ്യോതിഷപ്രകാരം പറയുന്നുണ്ട്. ഒന്ന്, സ്ത്രീ ജനിച്ച രാശിയുടെ 6ാമത്തെ രാശിയിൽ പെട്ടയാളിനെ വിവാഹം കഴിച്ചാൽ അത് ഷഷ്ടാഷ്ടമം. ഇത് 6ാമത്തെ രാശിയാണ്. അതായത് മീനം, മേട, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം. 8ാമത്തെ രാശിക്കാരെ കല്യാണം കഴിച്ചാൽ സ്ത്രീ നക്ഷത്രം മുതലാണ് എണ്ണുന്നതല്ല. ഒരു വസ്തു വാങ്ങുകയാണേലും, പെര വെക്കുകയാണേലും, കട്ടള വെക്കുകയാണേലും, പാല് കാച്ചുകയാണെങ്കിലും, കല്യാണ നിശ്ചയമാണെങ്കിലും, കല്യാണമാണെങ്കിലും, എന്തായിരുന്നാലും അടുക്കള കാണാൻ ചെല്ലുകയാണെങ്കിലും, വയറ് കാണാൻ ചെല്ലുകയാണെങ്കിലും, ആഭരണം എടുക്കാൻ പോവുകയാണെങ്കിലും എല്ലാം പെണ്ണിൻ്റെ നക്ഷത്രം മൂലമാണ്. ഒരു പെണ്ണ് ഒരു കുടുംബത്തിൽ, അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ ജന്മം സക്സസ് ആണെങ്കിൽ ആ കുടുംബം നന്നായി എന്നാണ് പുരാതനമായിട്ട് തന്നെ ഒരു ചൊല്ലുള്ളത്. അത് ജ്യോതിശാസ്ത്രത്തിലും അത് കടയെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്ത്രീ നക്ഷത്രം മുതലാണ് എണ്ണുന്നത്. എല്ലാം പുരുഷന്മാർ വേലയെടുത്ത് കൊണ്ടിരും, സ്ത്രീകളെ ഏൽപ്പിക്കും. സ്ത്രീകൾ അതിൽ നിന്ന് പരമാവധി ചുരുക്കിയിട്ടൊക്കെ കുടുംബം നോക്കും. അത് പുരുഷന്മാർക്ക് നോക്കുന്നവരെ കൊണ്ടില്ലെന്നല്ല. എന്നാലും ഒരു തേനീച്ചയാണെങ്കിലും കാണിക്കുന്ന റാണി വീട്ടിനകത്താണ്. മറ്റുള്ള ഈച്ചകളെല്ലാം കൊണ്ടുപോയി ശേഖരിച്ച് അവിടെ കൊണ്ട് ഏൽപ്പിക്കുന്നു. അതുപോലെ എല്ലാം വളർത്തുന്നതെല്ലാം അല്ല, പ്രകൃതിയിലെ സകല ജീവചരാചരങ്ങളും അതിൻ്റെ മാതൃത്വത്തോടും സ്ത്രീത്വത്തോടും ഒരു വിധേയത്വം, ഒരു മുൻഗണന കൊടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ സമൂഹമായി പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യനുൾപ്പെടെയുള്ളത് ചിന്തിച്ചാൽ അറിയാവുന്നതാണ്. പാലൂട്ടുന്നതും പ്രസവിക്കുന്നതും മുട്ട വിരിക്കുന്നതും എല്ലാം അതുകൊണ്ട് ഒരു പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ആണ്. സ്ത്രീകളുടെ നക്ഷത്രം മുതൽ കൂട്ടുകയാണെങ്കിൽ ആ കാര്യങ്ങൾ കൃത്യമായിരിക്കും. ഇവിടെ ഷഷ്ടാഷ്ടമ ദോഷമുണ്ട്, മകവും രേവതിയായിട്ട്. അതുപോലെ തന്നെ വേദദോഷവുമുണ്ട്. വേദിക്കുക എന്ന് പറഞ്ഞാൽ മുറിക്കുക, മുറിഞ്ഞു പോവുക, മുറിയപ്പെടേണ്ടി വരിക. അത് വിവിധങ്ങളായ കാരണങ്ങളാലാണ്. അതുകൊണ്ടാണ് ആചാര്യന്മാർ ആ 2 നക്ഷത്രങ്ങളെ എടുക്കരുത് എന്ന് പറയുന്നത്. കാരണങ്ങൾ പലത് വരാം. ഷഷ്ടാഷ്ടമം എന്ന് പറഞ്ഞാൽ കലഹം, വൈരം, യുദ്ധം, മൃതി, ക്ലേശം. കലഹിച്ച് ജീവിക്കുകയും, യുദ്ധം എന്ന് പറഞ്ഞാൽ കോടതി കച്ചേരിയായിട്ട് കേസ് വഴക്കായിട്ട് പോകുക, അടിപിടിയായിട്ട് ജീവിച്ചു പോവുക. വൈരം എന്ന് പറഞ്ഞാൽ ആജീവനാന്തം കീരിയും പാമ്പും പോലെ ജീവിച്ചു പോവുക. മൃതി, ക്ലേശം. മൃതി എന്ന് വെച്ചാൽ മരിച്ചു പിരിയുക. ക്ലേശം, ദാരിദ്ര്യം, അല്ലെങ്കിൽ എന്നും രോഗം. ഇപ്രകാരം തന്നെ വേണമെന്നില്ല. അത് ഷഷ്ടാഷ്ടമത്തിൽപ്പെടുന്നതാണെങ്കിൽ വേദദോഷങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ മേൽക്കോയ്മ. ഒരാൾക്ക് വളരെ വിദ്യാഭ്യാസം കൂടുതൽ, ഒരാൾക്ക് കുറവ്. സ്ത്രീക്ക് വിദ്യാഭ്യാസം വളരെ കൂടുതലായി ഭർത്താവിന് വിദ്യാഭ്യാസം കുറഞ്ഞാലത്തെ സ്ഥിതി നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. സോഷ്യൽസും ഒക്കെ പേപ്പറിലേ ഉള്ളൂ. എപ്പോഴും എന്തടേ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അതേസമയം എന്തടി എന്നൊരു ചോദ്യത്തിന് വലിയൊരു ദോഷമില്ല. പ്രായം അല്പം കുറവാണെങ്കിലോ പുരുഷന് പിള്ളേരുണ്ടാകുകയില്ലേ? ഉണ്ടാവും. ചിലവിന് കൊടുക്കും, ചിലവിനും കൊടുക്കും, ഒക്കെ ശരിയാണ്. പക്ഷേ എന്തോ ഒരു വകുപ്പ് കുറവ്. അപ്പോൾ വിദ്യാഭ്യാസം, പ്രായം, സൗന്ദര്യം. ഒരു സൗന്ദര്യ റാണിക്ക് സൗന്ദര്യമില്ലാത്തൊരു ഭർത്താവ്, അവിടെ എന്തോ ഒരു ചേർത്തക്കുറവ്. തിരിച്ചു വന്നാൽ വലിയ പ്രശ്നമില്ല. ഭർത്താവ് സുന്ദരനും ഭാര്യയ്ക്ക് വലിയ സൗന്ദര്യമൊന്നുമില്ല, എന്നാലും വലിയ പരാതികളിൽ നിന്ന് മറച്ച് വന്നു കഴിഞ്ഞെന്നാൽ
എനിക്ക് ഒത്തിരി ആലോചന വന്നതായി മനുഷ്യനെ കാണേണ്ട തലക്കെട്ട്, അതായത് എനിക്കെന്തോ കൂടുതലുണ്ട് എന്നാണ് അവിടെ അവൾ സ്ഥാപിച്ച് പ്രകൃതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം, സൗന്ദര്യം, ആരോഗ്യം, അതും കൂടുതൽ കുറവുകളെ പറ്റി നമുക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല. ജോലി, ഉയർന്ന ജോലി ഭാര്യയ്ക്കും താഴ്ന്ന ജോലി ഭർത്താവിനും. അവിടെ പ്രത്യേകിച്ച് വേദദോഷമോ ഷഷ്ടാഷ്ടമോ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ഷഷ്ടാഷ്ടമായിരിക്കും. ശമ്പളം, ഇൻകം, കുടുംബസ്വത്ത്, അതുപോലെ മതജാതി വർഗ മേച്ഛാതി കീഴ്ജാതി, ഇങ്ങനെയൊക്കെയുള്ള വർണ്ണവിവേചനങ്ങൾ. അതുപോലെ തന്നെ കുടുംബക്കാർ തമ്മിലുള്ള മത രാഷ്ട്രീയ പരമായ ബന്ധങ്ങളെ ചൊല്ലിയുള്ള വിഷയങ്ങൾ. ഇതൊന്നും അല്ലെങ്കിലും ഇതൊന്നുമല്ലാകിലും അതത്രമാത്രം ദാരിദ്ര്യഭുക്തിക്കിടയാകുമല്ലോ. എത്ര തന്നെ ധനം വന്നാലും ദാരിദ്ര്യമാകാതെ മുന്നോട്ട് പോവുക, അതേ ചൊല്ലി ബഹളം വരിക. ഇതൊന്നുമല്ല, ഇതെല്ലാം കൂടെ ഇണക്കിയൊക്കെയാണ് നോക്കിയിട്ടും ആണ് ഈ വേദദോഷങ്ങളും അതുപോലെ ഷഷ്ടാഷ്ടമദോഷങ്ങളുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലോട്ട് മറ്റേതെങ്കിലും അനധികൃതമായ ഒരു കയ്യേറ്റം സ്ത്രീയുടെയോ പുരുഷൻ്റെയോ ഉണ്ടാവും. അതുമല്ലെങ്കിൽ രോഗം, അപകടം, അതുപോലെ ജയിൽ ശിക്ഷ, നാടുകടത്തൽ, അല്ലെങ്കിൽ അപവാദം, ആരോപണം മുതലായവയാൽ കൂടെ ഒന്നിച്ച് ജീവിക്കാൻ വയ്യാത്ത സാഹചര്യങ്ങൾ വന്നിട്ട് അതിനെ മുറിഞ്ഞു പോവുകയോ മുറിഞ്ഞതിന് തത്തുല്യമായ ചതഞ്ഞു കിടക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥ. ഇതൊക്കെയാണ് ഷഷ്ടാഷ്ടമം അല്ലെങ്കിൽ വേദം എന്നുകൊണ്ട് ഈ നൂറ്റാണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറേയെങ്കിലുമൊക്കെ എത്രയെല്ലാം ശ്രദ്ധിച്ചാലും ഈ വക ദോഷങ്ങൾ വരുന്നതുകൊണ്ട് ഐകമത്യം, ഉമാമഹേശ്വരം സംവാദം മുതലായ പ്രതിക്രിയകൾ ചെയ്ത് അത് ഒരു മണ്ഡലക്കാലം 41 ദിവസം ചെയ്ത് ശിവപാർവതി പ്രാണപ്രതിഷ്ഠ ചെയ്യുക. ഇതിൻ്റെ കാഠിന്യങ്ങൾ 50% കുറയുന്നതാണ്. പിന്നീടുള്ളത് ഇതൊക്കെയാണ് ഈ നക്ഷത്രങ്ങളുടെ ഫലമെന്നും അത് കണ്ടറിഞ്ഞ് നിൽക്കണമെന്നും ഒക്കെയുള്ള ചിന്താഗതിയിലും അഡ്ജസ്റ്റബിളായിട്ട് പോവുകയും ചെയ്താൽ 75% ഈ വക ദുരന്തങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകാവുന്നതാണ്. കത്തയച്ചതിന് നന്ദി, നമസ്കാരം.